ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EVAയുടെ ഒരു പ്രോബ്ലം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ EVAയെ കുറിച്ച് തന്നെയായിരുന്നു, EVAയുടെ കാൽക്കുലേഷൻ തന്നെയായിരുന്നു എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇന്നും നമ്മൾ EVAയുടെ ഒരു പ്രോബ്ലം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്, പക്ഷെ ശ്രദ്ധിച്ചാൽ എളുപ്പമായിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഇസ് ഗിവൺ ഫോർ 3 കമ്പനീസ് ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ എക്സ്പെക്ട് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് 3 കമ്പനീസിൻ്റെ എക്സെപ്റ്റ് ഐഡൻറ്റിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. ഓരോ 3 കമ്പനീൻ്റെ, ഒരു കമ്പനി ഓറഞ്ച് ഉണ്ടാക്കുന്നതാണ്, ഗ്രേപ്പ് ഉണ്ടാക്കുന്നതാണ്, ഒരു കമ്പനി ആപ്പിൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ കമ്പനീൻ്റെയും ഓരോ ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്ന് നമ്മളോട് EVA കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലാണ്. ഓരോ എല്ലാ കമ്പനിയും ഫസ്റ്റ് എന്ന് പറഞ്ഞ അതായത് ഓറഞ്ചിൻ്റെ കമ്പനി ആയിക്കോട്ടെ, നെക്സ്റ്റ് ഗ്രേപ്പിൻ്റെ കമ്പനി ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ കമ്പനി ആയിരിക്കട്ടെ, അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. അത് സെയിം ആണ്. ഓക്കെ, 3 പേർക്കും സെയിം ആണ്. പിന്നെ ഡെറ്റ് ഓർ അസറ്റ്, അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0.8, ഡെപ്റ്റ് ഓർ അസറ്റ് റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ 0.8 എന്ന് പറയുന്നത് ഡെറ്റ് റേഷ്യോ ആയിരിക്കും. ബാക്കി അതായത് 1 ബാക്കിയുള്ളത് കുറച്ചാൽ 0.8 ആകുമ്പോൾ 0.2 ആയിരിക്കും എന്ത്, ഇക്വിറ്റി റേഷ്യോ ആയിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം എന്താണ്, 1 മൈനസ് ഡെപ്റ്റ് റേഷ്യോ ആണെന്ത്, ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 ആണെന്നും അറിയാലോ. അപ്പം ബാക്കിയുള്ളത് 0.2 എന്ന് പറയുന്നത് ഇക്വിറ്റി ആയിരിക്കും. ദെൻ 0.5 ആണ് നെക്സ്റ്റ്, അത് ഡിഫറെൻ്റ് ആണ്, 3 പേർക്കും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് എബിറ്റ് നമുക്ക് സെയിം ആണ് ഉള്ളത്. അതായത് എല്ലാത്തിനും 25,000 ആണ്. ഓറഞ്ചും ഗ്രേപ്പിനും ആപ്പിളിനും 25,000 ആണ് തന്നിരിക്കുന്നത്. നെറ്റ് ഇൻകം ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. ദെൻ ടാക്സ് റേറ്റ് എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ, ടാക്സ് റേറ്റ് 35% ആണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുക. അതേപോലെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ദ എക്കണോമിക് വാല്യൂ ആഡഡ് ഫോർ ദ ഈച്ച് കമ്പനി. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓരോ കമ്പനീൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ കമ്പനീൻ്റെ ഓറഞ്ചിൻ്റെ വേണം, ഗ്രേപ്പിൻ്റെത് വേണം, ആപ്പിളിൻ്റെത് വേണം. അങ്ങനെ ഓരോ കമ്പനീൻ്റെതും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ബേസ്ഡ് ഓൺ ദ EVA, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള EVAൻ്റെ ബേസിൽ വിച്ച് കമ്പനി വുഡ് ബി കൺസിഡർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏത് കമ്പനിയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ റീസൺ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, ഡെപ്റ്റ് പ്രൊപ്പോർഷൻ വേണം, അതേപോലെ ഇക്വിറ്റി പ്രൊപ്പോർഷൻ, അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും വേണം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും വേണം, ദെൻ അതിൻ്റെ പ്രൊപ്പോർഷൻസും വേണം. അപ്പം നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പ്രീ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റാണ് തന്നിട്ടുള്ളത്. അതായത് ടാക്സിൻ്റെ മുന്നേ ഉള്ള കോസ്റ്റ് ഓഫ് ഡെറ്റാണ് തന്നത്. ഡെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ടാക്സ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രീ ടാക്സ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ 16, 13, അതേപോലെ 15%, 16%, 13%, 15% ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് മൈനസ് ചെയ്യണം. ടാക്സ് എത്രയാണ്, 35% ആണ്. ഓരോന്നും എന്ത് ചെയ്യണം, 0.35 എന്ത് ചെയ്യണം, കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഡെപ്റ്റ് അസറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, 0.8, 0.5, 0.2. ഇത് നമുക്ക് ഡെപ്റ്റിൻ്റെ റേഷ്യോ ആണ്. ഇക്വിറ്റീൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയുള്ളത്, അതായത് 0.8 എന്ന് പറയുന്നത് 0.2 ഇക്വിറ്റി ആയിരിക്കും, ദെൻ 0.5 ഇക്വിറ്റി ആയിരിക്കും, 0.2 0.8 ഇക്വിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ 1 എന്നാണ് എന്ത് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട് 26%, 28%, 20%. ഇത് വെച്ചുകൊണ്ട് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഓരോന്നിൻ്റെയും.
അപ്പോൾ നോക്കുക, ഇങ്ങനെയാണ് ഉണ്ടാവുക കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 1 - T ആണ്. കാരണം ഇവിടെ നമുക്ക് പ്രീ ടാക്സ് കോസ്റ്റ് ഡെപ്റ്റ് ആണ് തന്നത്. ഓക്കെ, പ്രീ ടാക്സ് ഡെപ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ടാക്സ് അതിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. പിന്നെ ഡെപ്റ്റ് വെയ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ക്വസ്റ്റ്യനിലുണ്ട്. അതേപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വെയ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ജസ്റ്റ് സെൻസ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി വെയ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് നോക്കാം ഓരോന്നും. ഓറഞ്ചിൻ്റെ കേസാണ് ഫസ്റ്റ് നോക്കുന്നത്. ഓറഞ്ചിൻ്റെ കേസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, 16% ആണ് അല്ലേ. 16% ആണ് തന്നിട്ടുള്ളത്. പക്ഷേ അത് പ്രീ ടാക്സ് ഡെപ്റ്റ് ആയതുകൊണ്ട് എന്താണ്, അതിൽ നമുക്ക് ടാക്സ് കുറയ്ക്കേണ്ടി വരും. അപ്പം -1 - 0.35 അത് കുറച്ച് കഴിഞ്ഞാൽ ഇൻറ്റു എന്താണ്, നമ്മൾ ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ ആണല്ലോ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം, ഡെപ്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് അസറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 0.8. അതാണ് നമ്മുടെ എന്താണ് ഡെപ്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അത് പ്ലസ് പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് 26 ആണ് ഓറഞ്ചിൻ്റെ ഉള്ളത്, 26%. പിന്നെ നമുക്ക് എന്താണ് ഇക്വിറ്റി വെയ്റ്റ് കാണും. ഇക്വിറ്റി വെയ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് കാണാം, 0.8 ഡെപ്റ്റ് വെയ്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള 0.2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇക്വിറ്റി വെയ്റ്റ് ആയിരിക്കും. അപ്പം ഇത് നമ്മൾ ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കമ്പനീൻ്റെ വെയ്റ്റ് കിട്ടും. എത്രയാണ്, 13.52%. അതേപോലെ ഗ്രേപ്പിൻ്റെത് കണ്ടുപിടിക്കുക. ഗ്രേപ്പിൻ്റെ എന്താണ് 13% ആണ്. 13നെ എന്ത് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡെപ്റ്റ് അസറ്റ് റേഷ്യോനെ കൊണ്ട് ഇൻഡു ചെയ്യണം. ദെൻ അതേപോലെ ഇക്വിറ്റീൻ്റെത് കണ്ടുപിടിക്കുക. ഇക്വിറ്റി 22% ആണ്. അപ്പം 0.5 ആണ് ഡെപ്റ്റ് അസറ്റ് റേഷ്യോ എങ്കിൽ ബാക്കിയുള്ള 0.5 എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇക്വിറ്റി റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെയ്റ്റ് കിട്ടും. ദെൻ ആപ്പിളിൻ്റെതും നമ്മൾ അതേപോലെ ചെയ്തിട്ട്, ഇവിടെ ആകെ കൺഫ്യൂഷൻ വരിക 0.2 ആണ് ഡെപ്റ്റ് വെയ്റ്റ്. ദെൻ ബാക്കിയുള്ള അതായത് 100%ൽ 20% എന്താണെന്നാണ് പറയുന്നത്, ഡെപ്റ്റും ബാക്കിയുള്ള 80% ആണ് എന്ത്, ഇക്വിറ്റി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെർസെൻറ്റേജിലല്ലാതെ തന്നതുകൊണ്ടാണ് നമ്മളത് 1 ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആപ്പിളിൻ്റെ വെയ്റ്റ് എത്ര കിട്ടും, 17.95% കിട്ടും. അപ്പം നമ്മൾ ഓരോ ഫസ്റ്റ് കാൽക്കുലേഷൻ കണ്ടുപിടിച്ചു. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഓരോ കമ്പനീൻ്റെതും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, എക്കണോമിക് വാല്യൂ ആഡഡ് ആണ് ചോദിക്കുന്നത് ഓരോ കമ്പനീൻ്റെയും. അപ്പോൾ എക്കണോമിക് വാല്യൂ ആഡഡ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം നോ പാർട്ട് കാണണം. അതായത് കാൽക്കുലേഷൻ NO പാർട്ട്. NO പാർട്ട് എന്താണ്, NO പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിന്നും അതേ ടാക്സ് മൈനസ് ചെയ്യുക. അതായത് നമ്മളെ ഇക്വേഷൻ എന്താണ്, ഓപ്പറേറ്റിംഗ്, അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അതിൽ നിന്നും ടാക്സ് കുറച്ചാലാണ് നമുക്ക് NO പാർട്ട് കിട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കമ്പനിയുടെയും എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം നമുക്ക് സെയിം ആണ് തന്നത്. അതായത് 25,000 ആണ് നമുക്ക് എല്ലാ കമ്പനീൻ്റെയും ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുള്ളത്. അതിന് ടാക്സ് റേറ്റ് 35% ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ കമ്പനീൻ്റെയും ഇതൊന്നും എന്താണ് ടാക്സ് റേറ്റ് 1 - 0.35 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കമ്പനീൻ്റെയും NO പാർട്ട് കിട്ടും. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടും. അത് എല്ലാ കമ്പനിക്കും എന്താണ് സെയിം ആണ്. ദെൻ നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരികയാണ്. കാൽക്കുലേഷൻ ഓഫ് EVA ഇക്വേഷൻ നമുക്കറിയാം, NO പാർട്ട് മൈനസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എല്ലാ കമ്പനീൻ്റെയും എന്താണ് നോ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റും നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്, ഇൻവെസ്റ്റ് ചെയ്തത്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഓറഞ്ച് കമ്പനി ആയാലും ഗ്രേപ്പ് ആയാലും ആപ്പിൾ ആയാലും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്, 1 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം 1 lakh. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പം ഓറഞ്ചിൻ്റെ എന്ത് കിട്ടും, EVA കിട്ടും. ദെൻ ഗ്രേപ്പിൻ്റെ EVA, ദെൻ പിന്നെന്താണ്
ആപ്പിളിൻ്റെ EVA. ഇങ്ങനെ എല്ലാത്തിൻ്റെ EVA നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ ഇതിന്ന് നമ്മൾ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ദ EVA വിച്ച് കമ്പനി വുഡ് ബി കൺസിഡർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു EVAനെ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് ഏതിനെ പറയാം നോക്കാം. EVA നോക്കാം. ഒന്നാമത്തതിൻ്റെ EVA, അതായത് ഓറഞ്ചിൻ്റെ EVA എന്ന് പറയുന്നത് 2730 ആണ് എന്ത് ഓറഞ്ചിൻ്റെ EVA. മറ്റേത് 1020 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1700 ആണ് EVA വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് EVA ആരതാണ്? ഏറ്റവും ബെസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഇതാണ്, ഓറഞ്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓറഞ്ച് ഇറ്റ്സ് എ ബെസ്റ്റ്. ഇതാണ് എന്ത് ബെസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് എന്താണ്, ദ കമ്പനി ഓറഞ്ച് ക്യാൻ ബി സീ ആസ് ദ ബെസ്റ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാവർക്കും ഒരേപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും EVAയിൽ ഉണ്ടാകുന്ന മാറ്റം ഏതിലാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്നത്? ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്കാണ്. പിന്നെ നമുക്കതിന് ആപ്പിളിന് സെക്കൻഡ് റാങ്ക് കൊടുക്കാം. അവസാനം നമുക്ക് എന്തിനു കൊടുക്കാം? ഗ്രേപ്പിന് തേർഡ് റാങ്കും കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്രോബ്ലമാണെന്ത് ഇത്. അപ്പം ഒന്നുകൂടി എന്ത് ചെയ്യുക, ഇത് കേട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ EVAയുടെ കാൽക്കുലേഷൻ ഇവിടെ നിർത്തുകയാണ്. ഇനിയും കൂടുതൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലിമിറ്റേഷൻ ഓഫ് EVAയിലേക്കാണ്. നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് EVA ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പക്ഷേ ലിമിറ്റേഷനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, ഇന്നാഡിക്വേറ്റ് ടു ആക്സസ് ദ പ്രോഗ്രസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രോഗ്രസ് എന്ത് ചെയ്യാൻ ഈ ആക്സസ് ചെയ്യുന്നത് EVA വളരെ പിന്നോട്ടാണെന്നാണ് പറയുന്നത്. കാരണം കമ്പനിക്ക് പലതരത്തിലുള്ള എന്തുണ്ടാവാം, പ്രോഗ്രഷൻസ് ഉണ്ടാവാം. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, EVA കൺസിഡർ ചെയ്യില്ല. പക്ഷെ റിട്ടേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ EVAയിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കമ്പനീൻ്റെ ഗ്രോത്ത്, അതിൻ്റെ കമ്പനീൻ്റെ പ്രോഗ്രസ്, ഇതൊന്നും അച്ചീവ് ചെയ്യാൻ EVAനെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ, പെർഫോമൻസ് ഇസ് മെഷേർഡ് യൂസിങ് ടെക്നിക്സ് അതർ ദാൻ EVA. ഒരു കമ്പനിയിൽ നമുക്ക് പെർഫോമൻസ് മെഷർമെൻറ്റ് നടത്താൻ EVA അല്ലാതെ മറ്റുള്ള ടെക്നിക്സ് ഉണ്ട്. EVA മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മറ്റ് പലതരത്തിലുള്ള ടെക്നിക്സും മെത്തേഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷന് സ്യൂട്ടബിൾ അല്ല എന്ത് EVA എന്ന് പറയുന്നത്. കാരണം നമ്മൾ EVAയിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ആകെ എടുക്കുന്നത് എന്താണ്, NO പാർട്ടും അതേപോലെ വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റലും ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡും. ഇതൊക്കെ തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇവരെന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലേഷൻ റേറ്റ് ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ് ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷന് ഇതെന്താണ്, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻ ഓഫ് EVA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ EVAയുടെ ഭാഗം ഇവിടെ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഏരിയ എടുക്കാം. താങ്ക് യു.